മദ്യവിൽപ്പനയ്ക്കായി ശേഖരിച്ചു കടത്തിക്കൊണ്ടുവന്ന 40 ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം പിടികൂടി. കേസിൽ കടക്കാവൂർ സ്വദേശി സുന്ദരൻ അറസ്റ്റിലായി. ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി ആറ്റിങ്ങൽ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് വിദേശ മദ്യം പിടികൂടിയത്. കോട്ടയം പൂഞ്ഞാർ കൂന്നോന്നി SNDP യോഗം കൂന്നോന്നി ശാഖാ ഗുരുദേവ ക്ഷേത്രത്തിലെ അഷ്ടബന്ധ നവീകരണ കലശവും വിശേഷാൽ പൂജകളും നടത്തി. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ സനത്ത് തന്ത്രികൾ വിശേഷാൽ പൂജകൾക്ക് നേതൃത്വം നൽകി. 12ാമത് പ്രതിഷ്ഠാ വാർഷിക സമ്മേളനം SNDP യോഗം മീനച്ചിൽ കൺവീനർ MR ഉല്ലാസ് ഉദ്ഘാടനം ചെയ്തു. നവീകരിച്ച ക്ഷേത്രക്കടവ് സമർപ്പണം പൂഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ നിർവഹിച്ചു. കോട്ടയം മണർക്കാട് കത്തീഡ്രലിൽ 8 നോമ്പ് പ്രചാരണത്തിന് തുടക്കം. കൊടിമര ഘോഷയാത്രാ ചടങ്ങും കൊടിമരം ഉയർത്തൽ ചടങ്ങും നടന്നു. ഇരു ചടങ്ങുകളിലും 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഓണത്തിന്റെ മെഗാ നറുക്കെടുപ്പ് തൃശൂർ നടുവിലാൽ ഖാദി ഗ്രാമോദ്യോഗ ഭവനിൽ നടന്നു. മുൻ കൃഷിമന്ത്രി VS സുനിൽകുമാർ മെഗാ നറുക്കെടുപ്പ് വഴി വിജയിയെ കണ്ടെത്തി. ചടങ്ങിൽ ഭാരവാഹികൾ സന്നിഹിതരായി. പിണറായി സർക്കാർ സ്ത്രീവിരുദ്ധ സർക്കാർ എന്ന മുദ്രാവാക്യമുയർത്തി മഹിളാ കോൺഗ്രസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിൽ മുകേഷ് MLA, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ എന്നിവർ രാജിവെക്കണമെന്ന് മഹിളാ കോൺഗ്രസ് ആവശ്യപ്പെട്ടു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തിരുവുള്ളക്കാവ് ദേവസ്വം വിദ്യാഭ്യാസ സഹായനിധി വിതരണം ചെയ്തു. ADGP വിജയൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ദേവസ്വം മുൻ ചെയർമാൻ TV ചന്ദ്രമോഹനൻ വിദ്യാഭ്യാസ സഹായനിധി വിതരണം നിർവഹിച്ചു. തൃശൂർ മുള്ളൂർക്കര പഞ്ചായത്തിലെ CPI നേതാക്കളും പ്രവർത്തകരും ഉൾപ്പെടെ 27 പേർ രാജിവെച്ച് BJPയിൽ ചേർന്നു. ദേശീയ തലത്തിൽ നടത്തുന്ന മെമ്പർഷിപ്പ് ക്യാമ്പയിന്റെ ഭാഗമായി മുള്ളൂർക്കരയിൽ സംഘടിപ്പിച്ച യോഗത്തിൽ വെച്ച് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് പുതുതായി പാർട്ടിയിലെത്തിയവരെ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. മുഖ്യമന്ത്രിയുടെ 4ാം 100 ദിന പരിപാടിയോടനുബന്ധിച്ച് റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ തൃശൂർ കോർപ്പറേഷനിൽ ഉൾപ്പെട്ട നിർമ്മാണം പൂർത്തിയായ 4 കുളങ്ങളുടെ ഉദ്ഘാടനവും ആസ്തി കൈമാറ്റവും നടന്നു. ചേറൂർ എടത്തറ മനു സ്മാരക ഹാളിൽ കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. തൃശൂരിൽ നവകേരളം കർമ്മ പദ്ധതി ജില്ലാ മിഷൻ യോഗം ചേർന്നു. യോഗം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ സ്കൂളുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി അടിയന്തര യോഗം ചേരണമെന്ന് അദ്ദേഹം പറഞ്ഞു. തൃശൂർ അന്തിക്കാട് മഹല്ല് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിക്ർ വാർഷികവും സ്വലാത്ത് മജ്ലിസും സംഘടിപ്പിച്ചു. സയ്യിദ് സൈനുദ്ദീൻ സഖാഫി അൽ ബുഹാരി ഉദ്ഘാടനം ചെയ്തു. മഹല്ല് പ്രസിഡന്റ് അബ്ദുൾ നാസർ പതിപ്പറമ്പത്ത് അധ്യക്ഷനായി. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ തൃശൂർ മണലൂർ മേഖലാ കമ്മിറ്റി സ്ക്രാപ്പ് കളക്ഷൻ, കടൽമീൻ ചലഞ്ച്, ചായക്കട എന്നിവ നടത്തി സമാഹരിച്ചത് 1,01,000 രൂപ. തൃശൂർ കാഞ്ഞാണി സെന്ററിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം. അപകടക്കുഴിയിൽ വീണുണ്ടാകുന്നത് നിരവധി അപകടങ്ങൾ. അടിയന്തരമായി പ്രശ്നത്തിൽ ഇടപെടണമെന്ന് കോൺഗ്രസ്. തൃശൂർ അന്തിക്കാട് MDMAയും കഞ്ചാവും വിൽപ്പന നടത്തിയ യുവാക്കൾ പിടിയിൽ. അറസ്റ്റിലായത് വിഷ്ണു സാജൻ, VS വിഷ്ണു എന്നിവർ. തുടരന്വേഷണത്തിൽ യുവാക്കൾ ക്ഷേത്ര കവർച്ചയിലെയും പ്രതികളെന്ന് അന്തിക്കാട് പോലീസിന്റെ കണ്ടെത്തൽ. ക്ഷേത്രത്തിൽ നിന്ന് കവർന്നത് വിഗ്രഹത്തിൽ ചാർത്തിയ ആഭരണങ്ങൾ. മലപ്പുറം പൊന്നാനി BM കായലിൽ പരിശീലന വള്ളം കളിക്ക് തുടക്കം. ഇത്തവണ വള്ളം കളി നടക്കുന്നത് സെപ്റ്റംബർ 17-ന് ബോട്ട് റേസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ജലോത്സവം നടക്കുന്നത് ആഘോഷങ്ങളില്ലാതെ. തവനൂർ തിരുനാവായ പാലം പ്രദേശത്തെ ഭക്തി ടൂറിസത്തിന് കൂടുതൽ ഉണർവേകുമെന്ന് KT ജലീൽ MLA. പാലത്തിന്റെ പ്രവൃത്തികൾക്ക് സെപ്റ്റംബർ 8-ന് വൈകിട്ട് 5 മണിക്ക് ആരംഭം കുറിക്കും. നിർമ്മാണോദ്ഘാടനം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിക്കും.